ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം അപ്പച്ചി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അപ്പച്ചിയും ചിറ്റപ്പനും താമസിക്കുന്ന വീട് അപ്പച്ചി വീട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ വായിൽ വരും കേട്ടോ. പിള്ളേരോട് പറഞ്ഞേ പിള്ളേരും അപ്പച്ചി വീട് എന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞി ഈ കിണറിൻ്റെ സൈഡിൽ എത്തിക്കുത്തി എന്തിനാ നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് വന്നപ്പം ചാമ്പങ്ങ പറിക്കാം. അപ്പോൾ ചാമ്പങ്ങ ഉണ്ട് അവിടെ. പകൽ വന്ന് ഞാനൊന്ന് പറിച്ചിട്ട് പോയതാണ്. ഇപ്പോൾ ഇവരറിഞ്ഞില്ല. ഇവർ പോയിട്ട് പൊട്ട് ചാമ്പങ്ങയൊക്കെ പറിച്ചു. അപ്പോൾ കുഞ്ഞിക്ക് ഈ കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവർ വെളിയിൽ ഇറങ്ങിയപ്പോഴേ പിന്നാലെ വന്നതാണ്. അപ്പോൾ ഓടിപ്പോയിട്ട് ചാമ്പങ്ങ പറിക്കായിരുന്നു. അപ്പോൾ ചിറ്റപ്പം വന്നിട്ട് എല്ലാത്തിനും വഴക്ക് പറയുന്നുണ്ട്. ഉള്ള പൊട്ട് ചാമ്പങ്ങയൊക്കെ പറിച്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് കണ്ടില്ലേ, രണ്ടായിട്ട് ആ റോസ് കളറിലെ വലുത് ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചെറുത് പൊട്ട് ചാമ്പങ്ങ എല്ലാം കൂടെ ഇവള് വലിഞ്ഞ് കയറി പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളുമാരും മൂന്നും കൂടെ നിന്നിട്ട് വെള്ളം കോരി കഴുകുന്നു. ഭയങ്കര പരിപാടിയാണ്. പിന്നെ ഞാൻ വന്നിട്ട് അതിലുണ്ടായിരുന്ന വലുത് കുറച്ച് പറിച്ചെടുത്തു കേട്ടോ. നിറയെ ഉറുമ്പാണ്. പക്ഷെ കടിക്കുന്ന ഉറുമ്പല്ല, മറ്റേ ഇക്കിളി ഉറുമ്പില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുറുമ്പിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇനി ഇക്കിളി ഉറുമ്പെന്ന് പറയും. അപ്പോൾ ആ ഇക്കിളി ഉറുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കിളി ഉറുമ്പ് ഒന്നും ചെയ്യൂല നമ്മളെ, ധൈര്യമായിട്ട് എടുക്കുക. ഒന്ന് ഊതിക്കഴിഞ്ഞാൽ അവർ പറന്ന് നോക്കോളൂ. അവർ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞിതേ വെള്ളമൊക്കെ കോരി കൊടുത്തിട്ട് വൈദ്യൂടെ ചാമ്പങ്ങ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹന്നക്കുട്ടി ഇതൊക്കെ നോക്കി നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിറ്റപ്പൂപ്പം വന്നിട്ട് ഇതേ പൊട്ട് വേറെ പഴുത്തത് വേറെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവളുമാരെ നല്ല വഴക്കും പറയുന്നുണ്ട്. ഈ പൊട്ട് ചാമ്പങ്ങയൊക്കെ എന്തിനാണ് പറിച്ചത്, 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാകമാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ പൊട്ട് ചാമ്പങ്ങ ഒന്നും ഒരു പ്രശ്നമല്ല. ചാമ്പങ്ങയുടെ ഒരു രൂപമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അടിമുടി ചാമ്പയില ഫുള്ള് വൃത്തിയാക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചാമ്പങ്ങ പറയണ്ട, ആ ചാമ്പമരം പൂത്ത് വലുതാകാൻ പോലും സമ്മതിക്കത്തില്ല. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈ ആക്രാന്തം കാരണം ആണോ എന്നറിയില്ല, ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിറ്റപ്പൻ്റെ അവിടെ അതുപോലെ തന്നെ അപ്പുറത്തെ ചിറ്റയുടെ അവിടെയൊക്കെ ഇതുണ്ട് കേട്ടോ. കൊച്ചച്ഛൻ്റെ വീട്ടിലൊക്കെ ഇതുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പങ്ങ. അതുപോലെ തന്നെ കുഞ്ഞിക്കും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ്. എന്തായാലും ആ ചാമ്പങ്ങ കൊണ്ട് വീട് വരെ എത്തിയില്ല, അതിന് മുമ്പ് തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാമ്പങ്ങ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.